മണ്ഡലവിശേഷങ്ങളുമായി ഇനി മണ്ഡലകാലം. തെക്കൻ കേരളത്തിൽ CPIയുടെ കുത്തക സീറ്റുകളിലൊന്നാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലം. കഴിഞ്ഞ 2 തവണയും MLA ആയ മുല്ലക്കര രത്നാകരൻ തന്നെയാണ് മണ്ഡലം നിലനിർത്താൻ ഇപ്പോൾ ഈ തവണയും LDF സ്ഥാനാർത്ഥി ആയി മത്സരിക്കുന്നത്. ചിതറ മധു എന്ന റിബലിനെ പറഞ്ഞൊതുക്കി KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ ഒരു ഇടവേളയ്ക്ക് ശേഷം മത്സരിക്കാൻ ഇറങ്ങുന്നത് ചടയമംഗലത്ത് തന്നെയാണ്. കാര്യമായ അടിയൊഴുക്കുകൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ചടയമംഗലത്ത് ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ചരിത്രം ആവർത്തിച്ചേക്കാം. മഞ്ജിത്ത് വർമ്മയുടെ റിപ്പോർട്ട്. MN ഗോവിന്ദൻ നായരും വെളിയം ഭാർഗവനും E ചന്ദ്രശേഖരൻ നായരുമൊക്കെ മത്സരിച്ച് ജയിച്ച CPIയുടെ ഉറച്ച സീറ്റിൽ 2011 23,000-ലധികം വോട്ടിന്റെ ഗംഭീര വിജയം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുല്ലക്കര രത്നാകരൻ. കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ MA ബേബിക്ക് മുൻതൂക്കം നൽകിയ മണ്ഡലത്തിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുമായി 14,000-ലേറെ വോട്ട് കൂടുതൽ നേടാനായിട്ടുണ്ട്. അത് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് മുല്ലക്കര രത്നാകരൻ. മുല്ലക്കരയുടെ സുതാര്യമായ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് LDFന്റെ കരുത്തും. ചടയമംഗലം മണ്ഡലത്തിൻ്റെ ഒരു പൊതു ഗ്രാമീണമായ അതിൻ്റെ മൂല്യങ്ങൾ ചേർന്ന ഒരു സങ്കല്പമുണ്ട്. അതിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ കരുത്ത് മുഴുവൻ നിലനിർത്തുന്നത്. വിജയമെന്ന് പറയുന്നത് ഉറപ്പാണ്. അത് വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ജയിക്കും. ചിതറ മധു ഉയർത്തിയ റിബൽ പ്രശ്നം പരിഹരിച്ചാണ് ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം MM ഹസൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചടയമംഗലത്ത് എത്തുന്നത്. 2001 പ്രയാർ ഗോപാലകൃഷ്ണൻ നേടിയ വിജയം ആവർത്തിക്കാനാകുമോ എന്നതാണ് ഹസൻ ലക്ഷ്യമിടുന്നത്. മണ്ഡലത്തിൽ ഏറെ പരിചിതനായ മുതിർന്ന BJP നേതാവ് K ശിവദാസനാണ് NDA സ്ഥാനാർത്ഥി. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ നേട്ടങ്ങൾ ത്രികോണ മത്സരത്തിലേക്ക് നയിച്ചേക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഈ സമ്പർക്കമായി ഇറങ്ങുന്ന സമയത്ത് അന്ന് വലിയ പ്രതീക്ഷയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആൾക്കാരെ കണ്ട് വോട്ടർമാരെ കണ്ട് വന്ന സമയത്ത് ഒരു വലിയ മാറ്റം നമ്മുടെ ചടയമംഗലം മണ്ഡലത്തിൽ കാണുന്നുണ്ട്. ഇനിയൊരു മാറ്റം വേണം എന്ന് ഓരോ വോട്ടർമാരെ കാണുന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെയാണ് വരുന്നത്. ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർഷക കശുവണ്ടി തൊഴിലാളികൾ ഏറെയുള്ള മണ്ഡലത്തിൽ മുല്ലക്കരയെ തടുക്കാനാകുമോ എന്നത് ഹസന്റെ ഭാവി രാഷ്ട്രീയത്തിലും നിർണായകമാണ്. വോട്ടെടുപ്പിന് തീരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അഴീക്കോട് മണ്ഡലത്തിൽ ഒരു കിണർ യുദ്ധം കൊഴുക്കുകയാണ്. അവിടെ CPM സ്ഥാനാർത്ഥിയായ MV നികേഷ് കുമാറും UDFിലെ KM ഷാജിയും ഫേസ്ബുക്കിൽ തുടങ്ങിയ പോര് ഒരു പുതിയ തലത്തിലേക്ക് കടക്കുന്നു. അഴീക്കോട്ടെ കുടിവെള്ള ദൗർലഭ്യം ആയിരുന്നു 2 സ്ഥാനാർത്ഥികളുടെയും പ്രധാന പ്രചരണ വിഷയം. കിണറ്റിൽ ഇറങ്ങി കുടിവെള്ള പ്രശ്നം അവതരിപ്പിച്ച നികേഷിന് മറുപടിയുമായി അതേ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് മറുപടി നൽകിയ ഷാജിക്ക് വീണ്ടും മറുപടിയുമായി നികേഷ് രംഗത്ത് എത്തുമ്പോൾ അഴീക്കോട് ഒരു കിണർ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ദൃശ്യമാധ്യമം എന്ന രീതിയിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് അഴീക്കോട് പ്രചരണത്തിന് പുതിയ മുഖം നൽകിയത് നികേഷ് കുമാറാണ്. ഗുഡ് മോർണിംഗ് അഴീക്കോട് എന്നായിരുന്നു നികേഷിന്റെ ഫേസ്ബുക്ക് റിപ്പോർട്ടുകളുടെ തലക്കെട്ട്. സിറ്റിംഗ് MLA ആയ KM ഷാജിയെ ആക്രമിച്ചും മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും നികേഷ് ഹിറ്റായതോടെ മറുപടിയുമായി KM ഷാജിയും ഫേസ്ബുക്കിലെത്തി. തുറമുഖ പ്രശ്നത്തിൽ ഇരുവരും കൊമ്പുകോർത്തു. നികേഷ് കിണറ്റിലിറങ്ങി നടത്തിയ ഈ റിപ്പോർട്ടോടെ കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിൽ അത് തുറന്ന യുദ്ധമായി. തൊട്ടിയും കയറുമുണ്ടായിട്ടും കിണറ്റിലിറങ്ങിയ നികേഷിനെ കളിയാക്കി സോഷ്യൽ മീഡിയയിലൊട്ടാകെ ട്രോളുകൾ ഉണ്ടായെങ്കിലും തന്റെ നിലപാട് വിജയിച്ചു എന്നായിരുന്നു നികേഷിന്റെ വിലയിരുത്തൽ. എന്നാൽ അതേ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് നികേഷ് വ്യാജപ്രചരണം നടത്തുന്നുവെന്ന് ഷാജി തിരിച്ചടിച്ചു. താൻ MLA മാത്രമാണെന്നും MPയും ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളും CPMന്റേതല്ലേയെന്നും ഷാജി ചോദ്യമുന്നയിച്ചു. കുടിക്കാൻ പറ്റാത്ത വെള്ളം കാട്ടി നാട്ടുകാരെ സാക്ഷിയാക്കിയാണ് നികേഷിന്റെ ഒടുവിലത്തെ മറുപടി. വെല്ലുവിളിക്കേണ്ടെന്നും ഷാജിയോട് ഫേസ്ബുക്കിലൂടെ നികേഷ് പക്ഷം പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൗമുദി. ചരിത്രത്തിലെ കൗതുക വർത്തമാനവുമായി ഇനി കാലാന്തരം. സന്യാസിമാർക്ക് രാഷ്ട്രീയം പാടുണ്ടോ എന്നുള്ളത് എക്കാലത്തെയും ഒരു തർക്ക വിഷയമാണ്. അതെന്തായാലും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സന്യാസിമാർ മത്സര രംഗത്തുണ്ടായിരുന്ന ചരിത്രം അധികമില്ല. 1987 കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായിരുന്ന സ്വാമി പീതാംബരാചാര്യ പലതുകൊണ്ടും ശ്രദ്ധേയനായിരുന്നു. അക്കാലത്ത് മറ്റൊരു തരത്തിലും അല്പം പ്രശസ്തൻ ആയിരുന്നു അദ്ദേഹം. ചകിരി സ്വാമി എന്ന പേരിൽ ലോകം നന്നാവാൻ തൻ്റെ 9 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന നവകൽപ്പനയുമായാണ് സ്വാമി ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഈ നവകൽപ്പനകളുടെ കൗതുകം ആണ് ഇന്ന് കാലാന്തരത്തിൽ മഞ്ജിത്ത് വർമ്മ പങ്കുവയ്ക്കുന്നത്.
സംസ്ഥാനം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിമാർക്കും രാഷ്ട്രപതിമാർക്കും ചകിരി കൊണ്ടുള്ള കലാരൂപങ്ങൾ മെനഞ്ഞ് സമ്മാനമായി നൽകിയാണ് ചേർത്തല സ്വദേശി പീതാംബരാചാര്യ നാട്ടുകാർക്ക് മുന്നിൽ അക്കാലത്ത് ചകിരി സ്വാമിയായത്. പത്രത്താളുകളിലൂടെ വന്ന അല്പ പ്രശസ്തിയുടെ ബലത്തിലാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങാൻ ചകിരിസ്വാമി തീരുമാനിച്ചത്. ജയിച്ചാൽ തന്റെ 9 പരിപാടി നടപ്പാക്കുന്നതിനുള്ള പ്രകടന പത്രികയുമായാണ് അതുവരെ വോട്ട് ചെയ്തിട്ടില്ലാത്ത സ്വാമിയുടെ സ്വതന്ത്രനായിട്ടുള്ള അരങ്ങേറ്റം ഉണ്ടായത്. ഹൈന്ദവർക്ക് ദശാവതാരവും ക്രൈസ്തവർക്ക് 10 കൽപ്പനകളും നിലവിൽ ലോകത്തുള്ളതിനാലാണ് തന്റേത് മാത്രമായ നവകൽപ്പന പരിപാടി ഇറക്കിയതെന്ന് ചകിരിസ്വാമി വോട്ടർമാരോട് വിശദീകരിച്ചു. ജനങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ ജാതിപരമായി ഭിന്നിപ്പിക്കുന്നു, ഇതില്ലാതാക്കും, വനനശീകരണം തടയും, റേഷൻ വില കുറയ്ക്കും തുടങ്ങി അവശ്യ സ്വാമിമാർക്ക് സർക്കാർ സഹായം വരെ നവകൽപ്പനയിൽ സ്വാമി പീതാംബരാചാര്യ പ്രഖ്യാപിച്ചു. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമെങ്കിലും കാഞ്ഞിരപ്പള്ളിയിൽ കിട്ടുമെന്ന് സ്വാമി പീതാംബരാചാര്യ വീരവാദം മുഴക്കി. എതിർ സ്ഥാനാർത്ഥികളെല്ലാം തന്റെ മക്കളാണെന്ന് വരെ സ്വാമി പ്രഖ്യാപിച്ചു. ചകിരിസ്വാമിയുടെ പ്രചാരണവും കാഞ്ഞിരപ്പള്ളിക്കാർക്ക് കൗതുകമായി. അക്കാലത്ത് കെട്ടിവെക്കാനുള്ള കാശും തെരഞ്ഞെടുപ്പ് ചെലവും സ്വാമി പ്രചാരണത്തിനിടയിൽ ജനങ്ങളിൽ നിന്ന് തന്നെ പിരിച്ചു. പലതവണ വാർത്തകളിലും സ്വാമി ഇടം പിടിച്ചു. പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ചോദിച്ചവരോടൊക്കെ സ്വാമി സീരിയസ് ആയി തന്നെ വ്യക്തമാക്കി. പ്രചാരണ രംഗം കൊഴുപ്പിച്ച് മുന്നോട്ടു പോയ ചകിരിസ്വാമി ഒടുവിൽ ഫലം വന്നപ്പോൾ 8 നിലയിൽ പൊട്ടി. കിട്ടിയ വോട്ടുകൾ 83. ആക്ഷേപഹാസ്യത്തിന്റെ മൂർച്ചയുമായി ഇനി ടി കെ സുജിത്തിന്റെ കാർട്ടൂൺ പങ്ക്തി വരയും ചിരി. ഓർക്കാപ്പുറത്തായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുട്ടനാടൻ പ്രസംഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കാൻ എത്തുന്നതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി അവിടെ ചെന്ന് അങ്ങനെയൊരു ബോംബ് പൊട്ടിക്കുമെന്ന് VM സുധീരൻ മാത്രമല്ല സാക്ഷാൽ AK ആന്റണി പോലും വിചാരിച്ചിരുന്നതല്ല. കേരളത്തിൽ മത്സരം LDFും UDFും തമ്മിലാണെന്ന് പറഞ്ഞ് ആന്റണി നാക്ക് വായിലിട്ടതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാന മത്സരം UDFും BJPയും തമ്മിലാണ് എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ആന്റണിയെയും സുധീരനെയും ഒരുപോലെ ഞെട്ടിച്ച ഉമ്മൻചാണ്ടിയുടെ വിവാദ പ്രസ്താവനയാണ് ഇന്നത്തെ വരയും ചിരി.